ഹലോ ഹായ്, ഞങ്ങൾ ഫണ്ണി കപ്പിൾസ് ആണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ നാട്ടിലെ ചെറിയ ഒരു ഉത്സവമായ ഉച്ചമഹാളിയമ്മൻ പൊങ്കൽ മഹോത്സവമാണ്. ഈ മഹോത്സവമായി പങ്കുപെടും തമിഴ്നാട് അതിർത്തി പ്രദേശമായതുകൊണ്ടും പാലക്കാട് ജില്ലയിൽ മാത്രം കാണപ്പെടുന്ന പൊങ്കൽ ഉത്സവമായതുകൊണ്ടും കുറച്ച് വിശേഷങ്ങളുമായി നിങ്ങളുമായി പങ്കുവയ്ക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ അല്പം പഞ്ചസാര പച്ചമാവും വെള്ള പച്ചമാവുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട അതായിട്ടുള്ള പഞ്ചസാര ലായനിയും തേങ്ങ, ശർക്കര, ഏലക്കപ്പൊടി എല്ലാം കൂടി നല്ല കുറുക്കി കാച്ചിയതും അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മാവിലിട്ടിളക്കി ഉച്ചമഹാളിയമ്മനെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മേമ ഞങ്ങൾക്ക് വേണ്ടി ആദ്യത്തെ പച്ചമാവ് ചുരുട്ടിയെടുക്കുകയാണ്. ഇത് ചുരുട്ടിയെടുത്ത് ഇത് മഹാളിയമ്മൻ പൂജയ്ക്കായി സമർപ്പിക്കും. ഇങ്ങനെയാണ് പച്ചമാവ് ഞങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. ഞങ്ങൾ തകൃതിയെ നിൽക്കുന്ന ഞങ്ങളുടെ കുഞ്ഞനിയനായ അഖിൽക്കുട്ടൻ, ഞങ്ങൾ അപ്പുറത്ത് കാണുന്ന ഞങ്ങളുടെ മേമ, പിന്നെ എന്നെ നിങ്ങൾക്കറിയാമല്ലോ. എല്ലാവർക്കും ഒരു ബിഗ് ഹായ് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇത് ഞങ്ങളുടെ അമ്മ മാവ് ചേർത്ത് ചോദിക്കുകയാണ്. ഞങ്ങൾ ചുരുട്ടി ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജോലികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൂടുണ്ട്, ഞങ്ങൾ നല്ല ചൂടോടുകൂടിയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഊതി കൊടുത്തും നല്ല ചൂടായതുകൊണ്ടും പിടിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഞങ്ങളുടെ പാലക്കാടിൽ മാത്രം, പാലക്കാടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു വിശേഷമാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല. ഉള്ളവർ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യണേ. ഇതിനിടയിൽ ഇനി കതിരുമുളക് എടുക്കുക എന്നുള്ളൊരു ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ. അതും ഇതിൻ്റെ പുറകെ വരും. അതിനിടയിൽ അച്ഛനും മകനുമായിട്ടുള്ള സംഭാഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു തിരിക്കോല് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് നമ്മുടെ ഇതിൽ വെക്കുന്നതാണ്. അതായത് മുള കൊണ്ട് വെട്ടിയുണ്ടാക്കിയിട്ടുള്ള കോല് തിരി ചേർത്ത് വെച്ച് ചെയ്യുന്നതാണ്. അത് എടുത്ത് കതിരുമുളക് എടുത്തിട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്ന ചടങ്ങാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടി 4 പേര് വ്രതമെടുത്ത് ഈ മുള അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാവുവാദ്യവുമായി ഇതിങ്ങനെ മുന്നോട്ട് പോയി അമ്പലനടയിൽ വയ്ക്കും. അത് പുറകെ കാണാം കേട്ടോ. ഇതിൻ്റെ കൂടെ ബാൻഡ് വാദ്യം. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് മുഖം കാണിക്കാൻ മടിയായതുകൊണ്ട് തന്നെ നേരിട്ട് പോയി മുഖം കാണിക്കുന്നൊരു ചടങ്ങാണ് ഇതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പോയി എടുക്കുന്നത് അതും ഫ്രണ്ട് തന്നെയാണ്. ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതൊക്കെ ഫ്രണ്ട് തന്നെയാണ്. മുഖം പൊത്തി ആള് വീഡിയോയിൽ കാണിക്കണ്ട എന്നുള്ള രീതിയിൽ മുഖം മറിച്ചാണ് ഇവർ രണ്ടുപേരും പോകുന്നത്. ഇത് അടുത്ത കാവുവാദ്യത്തിന് മുന്നിൽ തകൃതിയായിട്ട് നടന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബന്ധുക്കളും ഇത് കാവുവാദ്യമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ തകൃതിയായി വെള്ളം കുടി, ബാൻഡ് മേളം വന്നപ്പോൾ തകൃതിയായി വെള്ളം കുടിക്കുന്നതിനുള്ള ചടങ്ങുകളും പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു വിശേഷമാണ്, എന്നാലും നല്ല എല്ലാവരും ആസ്വദിക്കുന്ന, എല്ലാവരും കുടുംബങ്ങളും എല്ലാവരും ഒത്തുകൂടുന്നത് കൊണ്ടും എല്ലാവരും ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നതുമാണ്. ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റിലാണ് കേട്ടോ. അവർ വായിക്കുന്നുണ്ട്, അതിനിടയിൽ വെള്ളം കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡാൻസ് കൂടി കളിക്കുന്നവർ വെള്ളം കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കാണുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ തകൃതിയായി ബാൻഡ് മേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചനിയന്മാരൊക്കെ ഡാൻസ് കളിച്ചു തുടങ്ങി. അനിയന്മാർ ഡാൻസ് കളിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നതിലെല്ലാം ഞങ്ങളുടെ അനിയൻകുട്ടന്മാരാണ് കേട്ടോ. ഞങ്ങളുടെ വീടിന് മുന്നിലായതുകൊണ്ടാണ് ഇവർ ഇത്രയും ധൈര്യത്തോടെ കളിക്കുന്നത്. എല്ലാവരും നല്ല തകൃതിയായി ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ അല്ലേ. ബാൻഡ് വാദ്യം കേട്ട ആരാണ് കളിക്കാത്തത്? എല്ലാവരും കളിച്ചു പോകും. നമ്മൾ വീട്ടിലിരിക്കുന്ന നമ്മൾ തന്നെ തുള്ളിപ്പോവും. അത്തരത്തിലുള്ളൊരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ രസമല്ലേ കാണാൻ? ഇതൊക്കെ നമ്മുടെ നാടുകളിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഈ വിസിലടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അനിയനാണ്. ഇപ്പോഴത്തെ ഡാൻസ് കളിക്കുന്നത് ഞങ്ങളുടെ അനിയൻകുട്ടനാണ്. അപ്പുറത്ത് തലയിൽ കെട്ടിയിരിക്കുന്നത് വേറൊരു അനിയൻകുട്ടനാണ്. ഇതിൽ ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ അനിയൻകുട്ടന്മാരും തകൃതിയായി വീടിന് മുന്നിൽ തകൃതിയായി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോയ്ക്ക് മോൻ കാണിച്ച് തരാൻ പറയുന്നതും ഒരു അനിയൻകുട്ടനാണ്. പിന്നെ
ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ? നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങനെ കാണാറുണ്ടോ? ഇതാ എൻ്റെ ഹസ്ബൻഡിനെ അതിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോയിട്ടുണ്ട് മറ്റൊരനിയൻ. ഇതാ ഇടുപ്പിന് വയ്യാതെ ഇരിക്കുന്ന ആളാണ്. പൊരിഞ്ഞ് ഡാൻസ് കളിക്കാൻ തുടങ്ങിയപ്പോൾ ബാൻഡിൻ്റെ തുള്ളാൻ തുടങ്ങിയപ്പോൾ അറിയാത്ത തുള്ളിപ്പോകുന്ന ഒരാൾ. അല്ലേ, അടിപൊളിയായില്ലേ? ഇന്ന് കളിച്ചുകൊണ്ടിരിക്കണതാ പൊരിഞ്ഞ കളിയിലാണ്. ഇതേ കാണുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളും തുള്ളിപ്പോകുന്നുണ്ട് കേട്ടോ, അറിയാതെ തന്നെ. ഇനി നേരെ കതിരമുളയും അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടിരുന്നുവല്ലോ. അപ്പോൾ ഇത് ക്ഷേത്രത്തിന് മുന്നിൽ നാട്ടി പൂജ കഴിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അമ്പലത്തിൽ ചടങ്ങായി എല്ലാവരും നിന്ന് ചേർന്ന് ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം ഞങ്ങൾ വീണ്ടും നാളെ പുലർച്ചയ്ക്കാണ് മാവിളക്കെടുക്കുന്നത്. മാവിളക്കെടുക്കുക എന്ന് പറഞ്ഞാൽ പച്ചമാവ് കൊണ്ട് നമ്മൾ ഒരു ഇതൊക്കെ വെച്ച് കൊണ്ടുപോകുന്നത്, അലങ്കരിച്ച് കൊണ്ടുപോകുന്നതാണ്. നടുവിൽ വെറ്റിലേക്ക് ചേർത്ത് ഞങ്ങൾ താമരപ്പൂവ് അതിലേക്ക് ചേർത്ത് കുത്തി കയറ്റി വിരിയാത്ത പൂവിനെ വിരിയിപ്പിക്കാൻ ശ്രമിച്ച് കുത്തിക്കൊണ്ടിരിക്കുന്ന വിരിയിച്ച് പൂവിനെയൊക്കെ കുത്തി വെച്ചു. ദീപത്ത് എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ വെച്ച് ഞങ്ങൾ അലങ്കരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കി വെച്ച ശേഷം ഞങ്ങളൊരല്പസമയം മയങ്ങും. നേരത്തെ 1 മണിക്കൂറിന് ശേഷം വീണ്ടും ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിരിക്കുന്ന എന്നെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കുറവേ അമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്. ഇതാ മാവിളക്ക് വരുന്നുണ്ട്. വയ്യാത്ത 1:15 വെച്ച് ഞാൻ നൊണ്ടി മെല്ലെ ഒരു 5 മണി ആവുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് വാദ്യമേളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടിനകത്ത് നിന്ന് തിരിയൊക്കെ കൊളുത്തി റെഡിയാക്കി പുറത്തേക്ക് ഇറങ്ങി ഇതാ ഇങ്ങനെ ആക്കിയ ശേഷം ചന്ദനത്തിരിയൊക്കെ കുത്തിവെച്ച് ദീപം വെച്ച് ഞങ്ങളിത് കാവുവാദ്യത്തോടൊപ്പം മാവിളക്കും എടുത്ത് അമ്പലത്തിലോട്ടുള്ള ചടങ്ങാണ്. കാവുവാദ്യത്തിനോടൊപ്പം കുറച്ച് നേരം പൊട്ടി. ഇനിയിപ്പോൾ ചെണ്ടമേളമാണ് കേട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതും നമ്മളുടെ വീട്ടിന് മുന്നിൽ തന്നെയാണ്. ഇനി നേരെ അമ്പലപ്രദേശത്തേക്ക്, അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. നടന്ന് മെല്ലെ അമ്പല ഗ്രൗണ്ടിലേക്കായി. ഈ ചെണ്ടമേളം കഴിഞ്ഞതിന് ശേഷം ബാക്കി ചടങ്ങുകളുള്ളൂ. കാവ് അമ്പലം വലം വെച്ച് ഞങ്ങൾ അതിനകത്തേക്ക് കയറി. ഞാൻ ആദ്യമായിരുന്നു കേട്ടോ, ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ അമ്പലത്തിനകത്തേക്ക് നേരത്തെ കയറിപ്പോയി. അതൊന്നും ഹസ്ബൻഡിന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ബാക്കി ഇങ്ങനെ വരിയായിട്ട് പോയി എല്ലാവരും പൂജയ്ക്ക് വേണ്ടി തയ്യാറാക്കി ഒരുങ്ങി വെച്ച് 2 സൈഡും മാറി നിന്ന് ക്ഷേത്രത്തിൽ ദേവി പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൂജയ്ക്ക് ശേഷം മാത്രമേ നമ്മുടെ മാവിളക്കിനെ പൂജിക്കുകയുള്ളൂ. നടന്നുകൊണ്ടിരിക്കുന്നു. ഗംഭീരമായ പൂജയും ഞങ്ങൾ പ്രാർത്ഥനയും ഒപ്പം നടന്നുകൊണ്ട് എല്ലാവരും അമ്പലത്തിനകത്താണ്. അതിനുശേഷം ചെറിയൊരു വെടിക്കെട്ടാണ് കേട്ടോ. ചെറിയൊരു മരുന്ന് പണി എന്നൊക്കെ പറയാം. വെടിക്കെട്ടാണ്. ചെറിയ കളർ പൊട്ടലും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? പുലർച്ചെയാണ് കേട്ടോ, ഒരു 5:30 ആവുന്നതേ ഉള്ളൂ. കാണാൻ അല്പം ഭംഗിയുണ്ട്. കളറുകളായിട്ട് പൊട്ടി. ഇതൊക്കെ പിന്നെ കാണാലോ അല്ലേ? ഇതിനിടയിലില്ലേ മഴവിള നടക്കുന്ന സംസാരവും മത്സരവും ഓട്ടവും എന്തിനാണെന്നറിയാവോ? പൊങ്കൽ വെക്കുന്നതിനുള്ള അടുപ്പ് തിരഞ്ഞ് അടുപ്പ് സ്ഥലം കണ്ടെത്തി എല്ലാവരും അടുപ്പ് തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണേ. ഞാൻ അല്പം മാറി നിന്നു. അമ്മ അവിടെ തിരക്കിൽ നിന്നിട്ടായിട്ട് അടുപ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മാറി നിൽക്കാമല്ലോ. പൊങ്കൽ വെക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ശിങ്കാരിമേളത്തോടൊപ്പം ഒരു 9:30-ക്ക് ശിങ്കാരിമേളം ആരംഭിച്ചു. അമ്പലത്തിൽ
വെടിപൊട്ടി. ഇനി പൊങ്കൽ വെക്കുന്ന ചടങ്ങാണ്. തകൃതിയായി ശിങ്കാരിമേളത്തോടൊപ്പം തന്നെ ഇവിടെ തകൃതിയായി പൊങ്കൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് അമ്മ ഞങ്ങൾ ഫസ്റ്റ് തന്നെ വരി പിടിച്ചത് കൊണ്ടും അടുപ്പ് വെച്ചത് കൊണ്ടും ഞങ്ങളുടെ പൊങ്കൽ നേരത്തെയായി. ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് കയറി. ബാക്കി പുറത്തുള്ള ചടങ്ങ് മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ പൊങ്കൽ വയ്ക്കാനൊക്കെ. നല്ല ചൂടും ശിങ്കാരിമേളവും പൊങ്കൽ വെപ്പും നല്ല തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാറി 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 നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അടുപ്പെടുത്ത് മാറ്റണം എന്നും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വെച്ച് കഴിഞ്ഞതും എല്ലാവരും അടുപ്പെടുത്ത് മാറ്റും. ഇനി ഇതിന് ശേഷം ഭക്ഷണത്തിനോടൊക്കെ ശേഷം ഞങ്ങൾ കഴിച്ചിരിക്കുന്ന ശേഷം 4-3:30 കൂടിയിട്ട് വീണ്ടും ശിങ്കാരിമേളവും വാദ്യവുമായി നമ്മളുടെ വീടിന് മുന്നിലൂടെയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അങ്ങനെ വാദ്യമേളം കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, ശിങ്കാരിമേളം കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അനിയത്തിക്കുട്ടിയായ ആതിര ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയാണ്. ഞങ്ങളുടെ ധാരാവി, ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ധാരാവി ചെറിയച്ഛൻ്റെ മോളാണ്. ഇത് ഞങ്ങളുടെ മേമൻ്റെ മക്കളാണ്. ഇതിന് ശേഷം വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇതിനുശേഷം വീണ്ടും 11 മണിയോട് കൂടിയിട്ട് തന്നെ ഈ പൊങ്കൽ വിശേഷം അവസാനിക്കുകയാണ്. പൊങ്കൽ ആഘോഷിച്ചു തീർത്തു. ഈ ചെറിയ പൊങ്കൽ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളോടൊപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.